ലൂഫി വേഴ്സസ് സാസ്കെ, ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്താൽ ആരാണ് ജയിക്കുക? ഈ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല, ലൂഫി തന്നെ ജയിക്കും. നമുക്കാദ്യം സാസ്കേന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അറ്റാക്ക് ഏതാന്ന് നോക്കാം. സാസ്കേന്റെ ഓൾ ടൈം സ്ട്രോങ്ങസ്റ്റ് അറ്റാക്ക് ഇന്ദ്രാസ് ആരോ ആണ്. ഇന്ദ്രാസ് ആരോ ഒരു ലൈറ്റ്നിങ് നേച്ചറുള്ള ഒരു അറ്റാക്കാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, ലൂഫിന്റെ അടുത്ത് ലൈറ്റ്നിങ് ബേസ് അറ്റാക്ക് വർക്കാവില്ല. അത് എത്ര തന്നെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ്നിങ് അറ്റാക്ക് ആണെങ്കിലും ലൂഫിന്റെ അടുത്ത് അത് വർക്കാവില്ല. കാരണം ലൂഫി ഇസ് മെയ്ഡ് ഓഫ് റബ്ബർ. അതുകൊണ്ട് തന്നെ സാസ്കെന്റെ മെയിൻ ഫൈറ്റിംഗ് സ്റ്റൈലായ ഒരു ലൈറ്റ്നിങ് ബേസ് അറ്റാക്കും ലൂഫിനെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. സോ നമുക്കിനി നോക്കാൻ പറ്റുന്നത് ആരാണ് ഫിസിക്കലി ദ സ്ട്രോങ്ങർ എന്നാണ്. ഫിസിക്കൽ സ്ട്രെങ്ത്, പ്യുവർ ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ സാസ്കെ ലൂഫിന്റെ അടുത്ത് പോലും എത്തില്ല. നമ്മൾ കണ്ടതാണ് ഒണിഗാഷിമയിൽ വെച്ച് ഒരു സീപ്രിസം കഫ് ഇട്ട ലൂഫി എത്ര സ്ട്രോങ് ആയിരുന്നു എന്ന്. മറ്റൊരു കാര്യം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് സാസ്കെന്റെ ഗെൻജുത്സു ആണ്. പക്ഷെ ആ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് ലൂഫിനെ സാസ്കെക്ക് ഗെൻജുത്സുവിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതിന്റെ കാരണം ലൂഫി ഒരു ഹക്കി മാസ്റ്റർ ആണ്, എസ്പെഷ്യലി കോൺക്രേഴ്സ് ഹക്കി. ലൂഫിനെ സാസ്കെ ഗെൻജുത്സുവിൽ ട്രാപ്പ് ചെയ്താൽ തന്നെ ലൂഫിക്ക് തൻ്റെ വിൽ പവർ ഉപയോഗിച്ച് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. സോയ സാസ്കെ വേഴ്സസ് ലൂഫി സത്യം പറഞ്ഞ ഒരു അൺഫെയർ മാച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൂഫി വേഴ്സസ് നറൂട്ടോ ആണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ മാച്ചപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.